Ammo Vishwam Palichu. Yeah. This works, man. Ayo. Where I play? Oh shit. Just that I'm very tired, but it was so good. I enjoyed so much. It's so much of fun and meeting people. Thank you, Ottakam ji. Thank you. Hi friends, Hitchhiking Nomad പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വഡോദരയിലാണ്. ഇതിനിടയിലുള്ള കുറച്ച് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല, വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ, അതായത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി SOU എന്ന് പറയുന്ന ഒരു പ്രതിമയിലോട്ടാണ്. നമുക്ക് പല ആളുകൾക്കും അറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ മെമ്മറിക്കായിട്ട് നിർമ്മിച്ച പ്രതിമയാണ്. ഏകദേശം 2800-3000 കോടിയോളം രൂപ മുടക്കി ഗുജറാത്തിൽ വഡോദരയിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ബസ് അവൈലബിൾ ആണ്, ട്രെയിൻ അവൈലബിൾ ആണ്. അഹമ്മദാബാദിൽ നിന്ന് വഡോദരയിൽ നിന്നൊക്കെ ട്രെയിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ന് ഹിച്ചൈക്കിങ്ങിലാണ്. നമ്മുടെ കൂടെ അരുണിമ ഉണ്ട് ആൻഡ് ബെർട്ടിൻ ഉണ്ട്. ബെർട്ടിൻ, ഹായ് ബ്രോ. ആൻഡ് there is another അഡോൾഫ്. സോ ഞാനും ബെർട്ടിനും പിന്നെ അരുണിമയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ വില്ലാസ് കാര്യങ്ങളാണ്. ഇവിടെ വളരെ ചീപ്പാണ് കേട്ടോ. ഈ ഒരു 3 BHK വീടിനൊക്കെ 8000 റുപ്പീസൊക്കെ റെൻറ്റ് വരുന്നുള്ളൂ. ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കണ്ടോ, ഇവിടെ ഫുള്ള് ഇതാണില്ല, ഇതൊക്കെയാണ് കേട്ടോ. കണ്ടോ ഇവിടുത്തെ വീടുകൾ കണ്ടോ, ഇതെല്ലാം ഭയങ്കര ചീപ്പാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂരിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ എന്താ പറയുക, ഗുജറാത്തിൽ വന്ന് പഠിക്കുന്നവർക്ക് ഭയങ്കര ചീപ്പായിട്ടാണ്. നമ്മൾ നെട്ടും കണ്ടോ 8000 3 BHK വീടെന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്, 1 BHK ആണ്. 1 BHK 4000-നാണ് താമസിക്കുന്നത്. അതുമാത്രമല്ല ആ സെയിം 2500-നും 3000-നൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ അവൾ വേറെ ഇന്ത്യൻ അല്ല, അപ്പോൾ വേറെ സിറ്റിസനാണ്, യുഗാണ്ടനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊക്കെ കുറച്ച് 4000 എക്സ്പെൻസീവായിട്ട് കൂടുതലായിട്ട് അവർ കൊടുക്കുന്നത്. അല്ലാതെ വളരെ ചീപ്പാണ്. 3000 എന്നൊക്കെ പറയുമ്പോൾ 1 BHK അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കാൻ. പിന്നെ എന്താ പറയുക, ആദ്യത്തെ ഹിച്ചൈക്കിങ് ആ വണ്ടിയിലാണ് അടിച്ചത്. ആ വണ്ടിക്കാരൻ ലിസ്റ്റ് ഒന്നുമില്ല. സോ വേറൊരു കാര്യം എന്ന് പറയാനെന്ന് വെച്ചാൽ ബെർട്ടിൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. യു ആർ എക്സൈറ്റഡ് റൈറ്റ്? ബെർട്ടിൻ, യു ആർ എക്സൈറ്റഡ് റൈറ്റ്? This is your first time hitchhiking? It's my first time. Yeah. First time going to the Statue of Unity. Okay. I'm really excited for this. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ ഹിച്ചൈക്ക് ചെയ്യാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് പിന്നീട് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഹിച്ചൈക്കിങ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്. അരുണിമയുടെ ഫസ്റ്റ് ടൈമാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലോട്ട് പോകുന്ന ഫസ്റ്റ് ടൈമാണ്. നമുക്കറിയില്ല സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓപ്പൺ ആണോ അല്ലേന്ന്. എന്നാലും ജസ്റ്റ് ഒന്ന് പോവുകയാണ്. നമുക്കെന്താ പറയുക, ഡെസ്റ്റിനേഷൻ അല്ലല്ലോ മുഖ്യം, യാത്രയാണല്ലോ മുഖ്യം. അപ്പോൾ പോവുകയാണ്. പിന്നീട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 3 പ്രാവശ്യം ഓൾറെഡി പോയി. ഇതെൻ്റെ 4ാമത്തെ തവണയാണ്. എനിക്ക് അകത്ത് കയറാൻ വയ്യ. ജസ്റ്റ് ഒന്ന് പോകുന്നു, കാണുന്നു, വരുന്നു, അത്ര മാത്രമാണ് ഇപ്പോഴത്തെ. കണ്ടോ ഇവിടെ പശുക്കളെല്ലാം സാധാരണ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കും. ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത അക്ഷർ സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ല കോംപ്ലക്സിലാണ്. ഇവിടെ ഒരു ചെറിയ തണൽ സ്പേസ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഹിച്ചൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തളരില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി സെറ്റായി. ഭയങ്കര ചൂട്, വെയിൽ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഹിച്ചൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും നാവൽപ്പഴം കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതെല്ലാം എൻ്റെ മാത്രം അധ്വാനം, ഇവരുടെ എല്ലാം നോക്കി നിൽക്കൽ. Don't go with private cars. Yeah. They don't usually take people. Yeah, of course you can, bro. സോ അവർ ഹിച്ചേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടി പോയി, ഇതുവരെയായിട്ടും നിർത്തിയില്ല. ബെർട്ടിൻ ആദ്യം തന്നെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താണെന്ന് അറിയില്ല, ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാം പോയി നോക്കുന്നു. സോ ഫസ്റ്റ് ഹിച്ചേക്കിംഗ് ഓഫ് ദ ഡേ. താങ്ക് യു, ധന്യവാദ്. വാ. സോ നമ്മളിപ്പോൾ റെയിൽവേ ലൈനാണ് പാസ് ചെയ്ത് പോയത്. കണ്ടോ, ആ കാണുന്ന റെയിൽവേ ലൈനാണ് നേരെ കെവാഡിയയിലോട്ട് പോകുന്നത്. കെവാഡിയ റെയിൽവേ ലൈൻ. ഏനാ കെവാഡിയ? താങ്ക് യു, ധന്യവാദ്. സോ ഇറങ്ങുവാണ്. നമ്മൾ ദബോയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ദബോയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ റൂട്ട് വേണം പോകാൻ വേണ്ടി.
അപ്പോൾ ഇനി അവിടെ നിന്ന് വേറെ വണ്ടികളോ വല്ലതും കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി അതിലേക്കൂടെ പോയി. ഓ, മഹാരാഷ്ട്ര വണ്ടി നിർത്തുമെന്തോ. മഹാരാഷ്ട്ര വണ്ടി പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, പുള്ളിക്കാരൻ നിർത്തിയില്ല. ഓ, പുള്ളിക്കാരൻ ആരും നിർത്തുന്നില്ല കേട്ടോ. ഒട്ടകം വരുന്നുണ്ട്. ലെറ്റ്സ് हिचहाइकिंग कैमल सफारी. हम आधा किलो आपको दे देंगे हमारे के लिए, मतलब ऐसा नहीं है. Hitchhiking camel. Please. हाँ, okay. Yeah, he got a lift. അയ്യോ, പേടിയാണ്. അയ്യോ, മതവളവി. രക്ഷപ്പെട്ടു. ഇങ്ങനെ പോയാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്നുമല്ലോ എത്തോന്തോ, നാളാവും തോന്നുന്നു. അയ്യോ, അബദ്ധമായി പോയല്ലോ. ഇത് എന്നെന്ന് എത്തോന്തോ. വെള്ളം ഇവിടെ നിന്ന് മൂത്രമൊഴിച്ചതാ ഇവിടെ എല്ലാം ഇട്ടു. അതിൻ്റെ ഇതൊക്കെ ചന്തി ഉളുക്ക. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടക വണ്ടി മടുത്തു. ഇനി വല്ലോ വണ്ടി കയറി പോവാന്ന് വിചാരിച്ചു. ഓഹ്, നിന്നെ ഇറക്കണമെങ്കിൽ ഇനി ഒരു ആനയെ വിളിക്കണമല്ലോ. ഭയ്യ, അങ്ങനെ ഒട്ടകത്തിന് ഇവിടെ പറയാം. താങ്ക് യു ഒട്ടകം ജി, താങ്ക് യു. വല്ല ലോറിയിലല്ലോ ഹിച്ചൈക്ക് ചെയ്യാം, ലോറി. സോ അങ്ങനെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ വന്നു. ഇവിടെ വീണ്ടും ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, ഇതെല്ലാം നമ്മൾ അവിടെ നിന്നപ്പോൾ കണ്ട വണ്ടികളാണ്. ഓ, ആരും നിർത്തുന്നില്ല അവസ്ഥയാണല്ലോ. നമ്മളിവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിന്നിട്ട് ഇതാ ക്യാമൽ ഇവിടെ എത്തി. നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോയില്ല. നാണക്കേട്. ഇനി ക്യാമൽ നമ്മളെ തോപ്പിക്കാമെന്തോ അവസ്ഥ. സോ ബട്ടിന് ഇവിടെ നിന്ന് 2 കൈയൊക്കെ ഇങ്ങനെ ആട്ടി കാണിച്ച് പേടിപ്പിക്കുകയാണ് മനുഷ്യന്മാർ. ബട്ടിനെ കണ്ട് ഇനി ആരും നമുക്ക് ലിഫ്റ്റ് തരാതെ പോകുന്നുള്ള പേടിയേ ഉള്ളൂ. അവനെ പിടിച്ച് കണ്ടോ, കൈ കണ്ടോ, ഇതെന്താ. സോ ഇത്രയും നേരം റെയിൽവേ ക്രോസിങ് ആയതുകൊണ്ട് അടഞ്ഞു കിടന്നു ഗേറ്റ്. ഇപ്പോൾ വീണ്ടും തുറന്നു. ഇനി വീണ്ടും ഹിച്ചൈക്കാണ്. വണ്ടികളുടെ ചാകര വരുവാണ്, കണ്ടോ, ഫുള്ള് നിറഞ്ഞ വണ്ടികൾ വരുവാണ്. പക്ഷെ ആരും നിർത്തുന്നില്ല, എന്ത് ചെയ്യാൻ. ഇവിടെ ആരും കാറൊക്കെ തരൂല കേട്ടോ. വണ്ടി കാറിൽ ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ. നമ്മളെ കൊണ്ട് ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അരുണിമയെ അവിടെ ആക്കി. അരുണിമ കട്ട കോൺഫിഡൻ്റ് അല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഓക്കെ, ലിഫ്റ്റ് അടി. ഓ, നിർത്തുമെന്തോ, നോക്കട്ടെ. അമ്മോ, വിഷയം വലിച്ചു. This works, man. അയ്യോ, പ്ലീസ്. ഓ ഷിറ്റ്. Checking with goals, it's really work and we go to lift. अब गाड़ी खड़ी रही ना, देख लिया. ധന്യവാദ്. ഓക്കെ, സോ ആദ്യത്തെ ഒരു ബോർഡ് കണ്ടു, 60 കിലോമീറ്റർ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി 60 കിലോമീറ്റർ. നമ്മളങ്ങനെ പോവുകയാണ്. ഭയ്യാരുടെ അടുത്താണ്. ഹായ് ഭയ്യ, एक ഹായ് बोलो. ധന്യവാദ്. ഭയ്യ മഹാരാഷ്ട്രയിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് തന്ന് ഭയ്യ ഒരു 40 കിലോമീറ്റർ എന്തോ 40-45 കിലോമീറ്റർ നമ്മൾ അതിലേക്കൂടെ പോകും. പിന്നെ ബാക്കി ഒരു 10-15 കിലോമീറ്റർ മാത്രമേ വീണ്ടും നമുക്ക് ഹിച്ചൈക്കാനുള്ളൂ. അപ്പോൾ വളരെ സന്തോഷം, ഭയ്യയുടെ വണ്ടിയിൽ കിട്ടി. നല്ല വലിയ വണ്ടി, അടിപൊളി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ റോഡ് പോകുന്ന മുംബൈ, സൂറത്ത് മുംബൈ റോഡാണ്. കണ്ടോ, ഇത് കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ കേരള ഗവൺമെൻറ് ഇത് മാറ്റിയോണ്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. കേവാഡിയ, നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടെ വന്നിട്ടുണ്ട് ഈ സംഭവം. കേരളത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ നല്ല ടൂറിസം സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അത് ഗവൺമെൻറ് തള്ളിക്കളയോ എന്തുവാണ് ചെയ്തത്, എനിക്ക് കൂടുതൽ അത് കാര്യമായിട്ട് അറിയില്ല. അവിടെ ഒരു ബോർഡുണ്ട്, കേവാഡിയ 6 കിലോമീറ്റർ. കേവാഡിയയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരേണ്ട റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പിന്നെ സർദാർ സരോവർ ഡാം 14 കിലോമീറ്റർ, 11 കിലോമീറ്റർ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോകാനുണ്ട്. കേവാഡിയ വരെ വേറൊരു വണ്ടിയിൽ കിട്ടി. സോ യാ ബട്ട് ഇൻ നെക്സ്റ്റ്.
ഓക്കെ താങ്ക് യു. ഓ ഞാവൽപ്പഴത്തിന്റെ ഇതാണ് കേട്ടോ, ഞാവൽപ്പഴങ്ങൾ കിടക്കുന്നുണ്ടോ. അവര് ഇവിടം വരെ ഉള്ളൂ, നമ്മൾ ചാടുകയാണ്. താങ്ക് യു, ധന്യവാദ് ധന്യവാദ് ധന്യവാദ്, താങ്ക് യു. ഓക്കെ, സോ നമുക്കിനി അങ്ങോട്ടാണ് പോവേണ്ടത്, ആ വഴിയാണ് പോവേണ്ടത്. അവിടെയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ സ്ഥലവും കാര്യങ്ങളെല്ലാം. ഒരു ലോറി വരുന്നുണ്ട്, നോക്കാം ആ ലോറി. ട്രെയിൻ ദാറ്റ് ലോറി. ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ ലൈറ്റിംഗ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, കമലം. ഇതെന്താ നേഴ്സറി ആണോ? നേഴ്സറിയിൽ അരുണമേ, നേഴ്സറിയിൽ മറ്റേ കമല, ബാറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റാണ്, ബോളെന്ന് പറഞ്ഞാൽ ബോള്, ആപ്പിളിൻ്റെ ഇംഗ്ലീഷ് ആപ്പിള്, ചക്കയുടെ ഇംഗ്ലീഷ് ജാക്ക് ഫ്രൂട്ട്, അതുപോലെയൊക്കെ. അതുകൊണ്ട് അവിടെ റോഡിൽ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ ലൈറ്റുകളാണ്. അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയായിട്ട് നല്ല ക്ലീന് കാര്യങ്ങളൊക്കെ നല്ലപോലെ ആക്കിയിട്ടുണ്ട്. അവിടെയാണ് ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ അവരുടെ ബസ്സിലാണ് പോകേണ്ടത്. നമുക്ക് അവിടെ ഒന്ന് ഹിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് കോംപ്ലക്സ് ഉണ്ട്. അവിടെ തന്നെ ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ സബ്വേ, ഡൊമിനോസ്, പിസ്സ, എല്ലാ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ കുട്ടികളുടെ കളിക്കുന്ന എന്തോ സംഭവമാണ് കണ്ടോ, വലിയ ഇതാണ്. ഇപ്പം അടിപൊളി ചൂട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. അവിടെ കിടക്കുന്ന ബസ്സില്ലേ, അത് അതിൻ്റെ ബസ്സാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതിലേക്കൂടെയാണ് ടൂറിസ്റ്റ് ടിക്കറ്റ് എന്തോ എടുക്കേണ്ടി പോകുന്നത്. ഈ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെളിയിൽ നിന്നാൽ മാത്രം മതി. എല്ലാ 15 മിനിറ്റിലും ഓരോ ബസ് വരും. 15 മിനിറ്റല്ല, അതിന് മുമ്പ് തന്നെ ഓരോ ബസ്സുകൾ വരുന്നതാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആണ് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും ബസ്സുണ്ട്. അവിടെ കിടക്കുന്ന ബസ്സില്ലേ, അവിടെയൊക്കെ നിന്നാൽ മതി. അവർ ഇവിടെ തന്നെ ബട്ടർഫ്ലൈ വേറെ സംഭവങ്ങളുണ്ട്, പിന്നെ എന്തോ പാർക്കുണ്ട്. അവിടെ എല്ലാം പോകാനായിട്ടും ഇങ്ങനെ ഈ ബസ്സുകൾ തന്നെ കൊണ്ടുപോകുന്നതാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും വേറെ പല സ്ഥലങ്ങളുണ്ട്. ഇതെന്താ എക്താ മാള്, യൂണിറ്റി ഇൻ ഹാൻഡിക്രാഫ്റ്റ് ഡൈവേഴ്സിറ്റി. ഇവിടെ പുതിയ മാള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആയിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതിന് ശേഷം വന്ന ഈ ടൂറിസമാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ പുതിയ കെട്ടിടങ്ങൾ കാര്യങ്ങൾ. അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഞാൻ അന്ന് ലാസ്റ്റ് വന്നപ്പോൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ SOUtickets.in നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇവർ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇവിടെ ബുക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. സോ അങ്ങനെ നമ്മൾ ഈ ബസ്സിലാണ് ഇനി പോകാൻ പോകുന്നത്. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ പാർക്കിങ്ങിൽ തന്നെ വന്നാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി ഞാൻ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല, ബർത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ പോയിട്ട് നോക്കിയിട്ട് ഇനി എടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല. നല്ല AC കാര്യങ്ങളൊക്കെ ഉള്ള ഇത് അടിപൊളി AC. ആയതുകൊണ്ടാണ് വരുന്ന വഴിക്ക് ഫുള്ള് ഇവിടെ തന്നെ തൊട്ട് 2-3 ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കാറ് നിർത്തിയിട്ട് ആൽക്കഹോള് വല്ലതും ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫാമിലിയുടെ കാർ ഉൾപ്പെടെ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നർമ്മദ റിവറിൻ്റെ അടുത്തുകൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ കണ്ടോ ചെറിയൊരു ബോട്ട് കണ്ടോ, ബോട്ട് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകതയാണ്. ഇവിടെ ജംഗിൾ സഫാരി പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഷോളയാർ റിസർവ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഇതാണ്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുള്ള വനം ഫുള്ള് ഷോളയാർ റിസർവ് ഫോറസ്റ്റിൻ്റെ ആണ്. സോ അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ 8 നമ്മുടെ അവിടെ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇനി ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ് ഇവിടെ. സോ ബേർട്ടിനെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ബേർട്ടിനെ അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ ടിക്കറ്റ് എടുത്തില്ല.
അപ്പോൾ ബർട്ടിനാണ് പോകുന്നത്. ഇവിടെ നോ സ്മോക്കിംഗ്, നോ പെറ്റ്സ് അലൗഡ്, നോ ഫയർ ആംസ്, വെപ്പൺസ്, ആൽക്കഹോൾ, സ്പിറ്റിംഗ്, ടൊബാക്കോ, ലിറ്ററിങ് ഒന്നും ഇവിടെ അലൗഡ് അല്ല. പിന്നെ ഓൾറെഡി ഗുജറാത്തിൽ ആൽക്കഹോൾ ബാൻഡാണ്, ആൽക്കഹോൾ അല്ലെങ്കിലും അലൗഡ് അല്ല. അപ്പോൾ അതിലേക്കൂടെ കാണുന്ന അവിടെ ഒരു ചെറിയൊരു എസ്കലേറ്റർ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ നിന്ന് നേരെ പോയിട്ട് ആ കാണുന്നതില്ലേ, അതിലേക്കൂടെ തന്നെ പോയിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തെത്തും. ഇതിൻ്റെ അകത്തുള്ള ഫുൾ കോമ്പൗണ്ടിൽ കയറാൻ 150 രൂപയാണ്, ഇതിൻ്റെ അകത്തുള്ള ഫുള്ള് കോമ്പൗണ്ടിൽ കയറാൻ. പിന്നീട് മുകളിൽ കയറണമെങ്കിൽ മാത്രമാണ് 380 രൂപ വരുന്നത്. മുകളിൽ കയറുന്നതിനും കൂടിയാണ്. ഈ ട്രാൻസ്പോർട്ട് എല്ലാം ഉൾപ്പെടും. ട്രാൻസ്പോർട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ആ ട്രാൻസ്പോർട്ടിൽ നിന്ന് തന്നെ അപ്പുറത്ത് വേറെ ബട്ടർഫ്ലൈ പാർക്ക് അവിടേക്ക് പോകാൻ ആ ട്രാൻസ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീം തിന്നാൻ വേണ്ടി മാത്രമാണ്, നമ്മൾ 20 രൂപയുടെ ഐസ്ക്രീം തിന്നാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം വന്നത്. 100 കിലോമീറ്റർ നമ്മൾ വടവതിരിയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് വന്നിരിക്കുകയാണ്. അതാണ്ട് നാണമില്ലല്ലോ നിനക്ക് ഐസ്ക്രീം ചെയ്യാം, ഒന്ന് അതിൻ്റെ അകത്ത് പോയി കയറിക്കൂടെ? ഫസ്റ്റ് ടൈം വന്നതല്ലേ, അവള് ആദ്യമായിട്ട് വന്നിട്ടും അവൾ അതിൻ്റെ അകത്ത് പോയില്ല, നാണമില്ലല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി കണ്ടൂടെ? കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 രൂപയുടെ സമൂസയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണിമേ ഞാനും ഇവിടെ ഉണ്ട്. ബട്ടിന് ഇനി എപ്പം വരും? ബട്ടിൻ പോയിട്ട് വന്നിട്ടുണ്ടോ? ഹൗസ് എക്സ്പീരിയൻസ് ബ്രോ? നൈസ് എന്ന് പറയാൻ മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത്. വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ജീവിതത്തിൽ ഒരിക്കൽ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്, അതെല്ലാം ഏത് സ്ഥലമായാലും. അപ്പോൾ ബർട്ടിൻ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്സ് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഞാൻ പോയി ഷൂട്ട് ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ വോയിസ് ഇട്ട് പറഞ്ഞത് മാത്രമാണ് അതൊക്കെ. കാരണം എനിക്ക് കാശ് ചിലവാക്കാൻ വയ്യ, കാരണം എനിക്ക് കൂടുതൽ ഇനി യാത്രകൾ പോകണം, അതുകൊണ്ട് മാത്രമാണ് ചിലവാക്കാത്തത്, അല്ലാതെ ഫിഷിക്ക് വെച്ചതല്ല. പിന്നെ അരുണിമയും പോയില്ല, നമ്മൾ രണ്ടുപേരും പോയില്ല, നമ്മളവിടെ നിന്ന് സമൂസയും ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ബസ്സിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ആ പ്ലേസിൽ പോവുകയാണ്. ഇങ്ങോട്ട് തന്നെ ഡാമിൻ്റെ സൈഡാണ്. അത് മാത്രമല്ല ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഡാം, ബട്ടർഫ്ലൈ പാർക്ക്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ പോകാനുള്ള ബസ് നമുക്ക് ഈ ടിക്കറ്റിൽ തന്നെ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അതിലൊക്കെ കയറി പോകാം. പക്ഷെ അതിലും നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല. നമ്മൾ അതുകൊണ്ട് നേരെ അവിടെ കാണുന്ന ബസ്സിൽ കയറി തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ വീൽ ചെയർ അക്സസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി. ഇതിനിടയിൽ അരുണിമയ്ക്കെതിരെ ഒരു പ്രാങ്കൊക്കെ ഇറക്കിയായിരുന്നു. പാവം, നമ്മൾ പോയെന്നും പറഞ്ഞ് അവൾ വാഷ്റൂമിൽ കയറിയ സമയത്ത് നമ്മൾ പോയെന്നൊക്കെ പറഞ്ഞു ഇവിടെ കരച്ചിലും ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞ് പോവുകയാണ്. അങ്ങോട്ടാണ് ഡാം, ബട്ടർഫ്ലൈ ബീച്ച് കാര്യങ്ങളെല്ലാം അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ പോവാം. സോ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീണ്ടും ഹിച്ച് ചെയ്ത് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രെയിനുണ്ട്. ട്രെയിനിൻ്റെ ടൈമിങ് നിങ്ങൾക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വരേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പേര് കെവാഡിയ എന്നാണ് പറയുന്നത്. കെവാഡിയ KYDC എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ KYDC പോയാലും KYDC എന്ന് പറയുന്ന ഇത് ലൊക്കേഷൻ വെച്ച് സെർച്ച് ചെയ്താൽ മതി. അതായത് സ്റ്റേഷൻ്റെ കോഡാണ് KYDC. വഡോദരയിലോട്ടും ഉണ്ട്, പിന്നെ അഹമ്മദാബാദും പോകുന്ന ട്രെയിനുകളുണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് മരങ്ങളുണ്ട് മാങ്കോ പറിക്കാൻ വേണ്ടി. കമോൺ ലെറ്റ്സ് ഗോ. കമോൺ. ഘടവും വിസർജനവുമായ വഴിയിലൂടെ ഞങ്ങൾ ഇതാ യാത്ര പോവുകയാണ്. രണ്ട് കള്ളന്മാര് കോങ്കോയിൽ നിന്നും കേരളയിൽ നിന്നും വന്ന 2 കള്ളന്മാരാണ്. ഇത് മാങ്കോ അല്ലല്ലോ. കമോൺ ദിസ് വേ. കണ്ടു, ഇവിടെ ഫെൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത.
അങ്ങനെ കുറെ ഇതാ ഇത്രക്ക് കിട്ടി. മാങ്ങ പറിക്കാൻ വന്നതാണ്. മാങ്ങ ആകെ ഒന്നേ ഉണ്ട് അവിടെ ഒന്ന്. അതാണ് നമ്മൾ റോഡിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ലെറ്റ്സ് ഗോ ബാക്ക്. സോ നമുക്കിതാ ഇത്രയും നാവൽപ്പഴം കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇതെല്ലാം എൻ്റെ മാത്രം അധ്വാനം, ഇവരുടെ എല്ലാം നോക്കി നിൽക്കൽ. വീണ്ടും ലിഫ്റ്റ് അടിച്ച് പോവുകയാണ്. റിട്ടേണിങ് ബാക്ക്. മൊബൈലിൽ തന്നെ നമ്മൾ 3 നേരം ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞ് ലിഫ്റ്റ് ചെയ്യുന്നതിന് ശേഷം എന്താ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോവുകയാണ്. ഇനിയൊരു നമുക്കൊരു 50 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. അവസ്ഥ ഭയങ്കര വെയിൽ. ടൈം വന്നിട്ട് ഒരു 3:30 ആയി. വണ്ടികളൊന്നും അധികം വരുന്നില്ല. ഈ വണ്ടി വന്നിട്ട് താഴെ മണലൂറ്റാൻ പോകുന്നതാണ്. താഴെ അവിടെ കുറേ വണ്ടികൾ മണൽ കയറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മണലൂറ്റിയിട്ട് തിരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. ധന്യവാദ്. താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നൈസായി എന്നാ പോയി വരാം. ചലോ. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗെയ്സ്. ഓക്കെ ചലോ. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ട ഇങ്ങോട്ടാണ്. ഇത് ബോഡയിലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടുള്ള റോഡാണ്. Are you guys tired? Yeah. You stay there. We'll go. You take rest and come. Okay. See you. അങ്ങനെ കുറച്ച് നേരം കാറിൽ എസിയും കൊണ്ട് വന്നു. അപ്പോൾ ഇവിടം വരെയുള്ളൂ. ഏതോ ഒരു ഗ്രാമത്തിലോട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ പോകുന്നത്. നമ്മൾ പോകേണ്ട റോഡ് ആ കാണുന്ന ഹൈവേ. താങ്ക് യു ബോത്ത്. ധന്യവാദ്. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ഇറങ്ങുവാണ്. കുറച്ച് നേരം നല്ല AC ഒക്കെ ആയിരുന്നു. വെളിയിലെത്തിയപ്പോൾ ചൂടല്ലേടാ, ഫുള്ള് ചൂടല്ലേ അവസ്ഥ. അപ്പോൾ ഇനി ആ കാണുന്ന റോഡിലൂടെയാണ് പോവേണ്ടത്. 20 रुपया में 250. 250. हम आधा किलो आपको दे देंगे हमारे के लिए. मतलब ऐसा नहीं है. लेडीज आप किधर तक जाऊंगा? बड़ा सो അങ്ങനെ അടുത്ത വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഓൾമോസ്റ്റ് ടയർഡ് ആയി. പക്ഷെ എന്നാ പോലെ ലിഫ്റ്റ് ഒക്കെ കിട്ടി. ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഹിച്ചൈക്ക് ചെയ്തു. ആ വണ്ടിയിൽ നമ്മൾ തിരിച്ചിവിടെ എത്തി. അപ്പോൾ തിരിച്ച് അക്ഷര സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സോ നല്ല ടയേർഡ്. ഇനി പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് കുറച്ച് തുണിയൊക്കെ കഴുകണം. എന്നാലേ നാളെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സോ ബർട്ടിൻ്റെ അടുത്ത് ചോദിക്കാം, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബർട്ടിൻ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്? This was so good. Just that I'm very tired, but it was so good. I enjoyed so much. It's so much of fun and meeting people and having so much good experience. I have a lot of good memories going like this than going in an airplane where you don't talk to anybody. അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു എയറോപ്ലെയിൻ എടുത്ത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാമെന്നെങ്കിൽ എന്താ പറയുക, നമ്മൾ എല്ലാ ആളുകളുടെ അടുത്തും സംസാരിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പല ആളുകളായിട്ട് സംസാരിക്കും. അറ്റ്ലീസ്റ്റ് എവിടെയാണ് പോകേണ്ടതെന്നെങ്കിലും ചോദിക്കും. അപ്പോൾ അതൊക്കെയാണ് ഹിച്ചൈക്കിങ്ങിൻ്റെ ഒരു ഗുണം. നമ്മൾ മീറ്റിംഗ് ന്യൂ പീപ്പിൾ, സംഭവങ്ങൾ അത് ഇതൊക്കെയാണ്. അപ്പോൾ അരുണിമ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? Good. I'm not first time. Yeah, but still, how's your experience? Good. Okay. So അടിപൊളിയായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്. കുറേയൊക്കെ തളർന്നു, പക്ഷെ എന്നാൽ പോലും നമ്മൾ അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസൊക്കെ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടതിന് സന്തോഷം. അപ്പോൾ സ്നേഹം മാത്രം, സന്തോഷം മാത്രം. ബൈ.